കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ചേടാ, ആ മാനം വലയിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു. വേടൻ അവിടെ നിന്നും മാനിനെ നോക്കി. അവിടെ എങ്ങും കണ്ടില്ല. വേടൻ അവിടെ നിന്നും നടന്നു നീങ്ങി. അന്ന് വൈകുന്നേരം പതിവ് പോലെ കൂട്ടുകാരെ എല്ലാവരും ഒത്തുകൂടി നടന്ന വിഷയത്തെപ്പറ്റി സംസാരിച്ചു. മാൻകുട്ടി പറഞ്ഞു, കാക്കച്ചേട്ടൻ മരക്കൊമ്പിലിരുന്ന് കണ്ടില്ലായിരുന്നെങ്കിൽ എന്നെ വേടൻ കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ കാക്കച്ചേട്ടൻ പറഞ്ഞു, എലിയാൻറ്റി വന്നില്ലായിരുന്നുവെങ്കിൽ വേറെ മാർഗം ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ ജിറാഫ് അങ്കിൾ പറഞ്ഞു, നമ്മൾ നല്ല കൂട്ടുകാരല്ലേ, നമ്മൾ പരസ്പരം സഹായിക്കാറില്ലേ, അപ്പോൾ ദൈവം കടാക്ഷിക്കും. ഒരു വഴി അടയുമ്പോൾ മറ്റൊരു വഴി തുറക്കപ്പെടും. അതിന് നമ്മൾ കുറച്ച് ടിപ്സ് എപ്പോഴും കരുതി വെക്കണം. അന്നേരം മുയൽ ചോദിച്ചു, എന്താണ് ആ ടിപ്സ്? നമ്മൾ കൂടുതൽ ശ്രദ്ധ വേണം. അപകടത്തിൽ വീണിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അപരിചിതർ തരുന്ന സൗജന്യങ്ങൾ നമ്മൾ മേടിക്കരുത്. അപരിചിതർ വിളിക്കുന്ന വഴിക്ക് നമ്മൾ പോകരുത്. കൂട്ടുകാരെ, നിങ്ങൾക്കറിയുമോ, വേട്ടക്കാരൻ നിയമം ലംഘിച്ചാണ് കാട്ടിൽ വന്നത്. നമ്മളെ വേട്ടയാടി പിടിക്കാൻ വേട്ടക്കാരന് അധികാരമില്ല. അങ്ങനെ കള്ളന്മാർ നമുക്കിടയിലെല്ലാം ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. ഇത്രയും പറഞ്ഞ് അവർ എല്ലാവരും മാങ്ങ പെറുക്കാൻ തുടങ്ങി. മാങ്ങ പെറുക്കി കൂട്ടി. മാങ്ങയ്ക്ക് ചുറ്റും എല്ലാവരും ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ നാളെ കാണാമെന്ന് പറഞ്ഞ് അവർ വീട്ടിലേക്ക് തിരിച്ചു.